നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. അഷ്ടമിരോഹിണി ദിനമായ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ഇന്ന് പ്രത്യേക പ്രസാദ ഊട്ടും നടക്കും. 40,000 ആളുകൾക്കുള്ള സദ്യയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ 4 മണ്ഡപങ്ങളിലായി 200-ലധികം കല്യാണങ്ങളും ഇന്ന് ഗുരുവായൂരിൽ നടക്കും. രാവിലെ 4 മണി മുതൽ വിവാഹങ്ങൾ നടക്കുകയാണ്. അഷ്ടമിരോഹിണിയുടെ ഭാഗമായി വൈകിട്ട് മന്ത്രി VN വാസവൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാംസ്കാരിക സദസ്സും നടക്കും. ക്ഷേത്രകലാ പുരസ്കാരമടക്കം വിതരണം ചെയ്യുക ഈ പരിപാടിയിലായിരിക്കും. ക്ഷേത്രത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര പരിസരത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഒന്നും തന്നെ അനുവദിക്കില്ലെന്നും നേരത്തെ അറിയിച്ചിരുന്നു. ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദർശനത്തിന് പ്രത്യേക ക്യൂ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാവറട്ടി ഭാഗത്തു നിന്നും വരുന്ന നോൺ ട്രാൻസ്പോർട്ട് ഹെവി വാഹനങ്ങൾ ഗുരുവായൂർ റോഡിൽ പ്രവേശിക്കാതെ പഞ്ചാരമുക്ക് വഴി ചാവക്കാട് ഭാഗത്തേക്ക് പോകണം. കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചോൽപ്പുറത്തു നിന്ന് പോലീസ് സ്റ്റേഷൻ റോഡ് വഴി പ്രവേശിച്ച് മാവിൻചുവട് വഴി പോകണം. ഔട്ടർ റിംഗ്, ഇന്നർ റിംഗ് റോഡുകളിൽ എല്ലാ വാഹനങ്ങൾക്കും വൺ വേ ആയിരിക്കും. തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് മഞ്ചുളാലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് ഘടികാര ദിശയിൽ സഞ്ചരിക്കണം. ഇന്നർ റിംഗ് റോഡിൽ വൺ വേ എതിർ ഘടികാര ദിശയിലായിരിക്കും. ഔട്ടർ റിംഗ് പ്രധാന പാർക്കിംഗ് കേന്ദ്രങ്ങൾ ആദ്യവും തുടർന്ന് ഇന്നർ റിംഗ് റോഡിലെ പാർക്കിംഗ് കേന്ദ്രങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എരുമപ്പെട്ടി സീറോ മലബാർ സഭ അവകാശ ദിനം ആചരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സഹവികാരി ഫാദർ ജെയ്സ് അക്കരപ്പറ്റേക്കൽ ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ നീതിരഹിത ന്യൂനപക്ഷ വിവേചനം, സഭാസ്വത്തുക്കൾ കൈയടക്കാനുള്ള നീക്കങ്ങൾ, JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ ഒളിച്ചുകളി, മലയോര തീരദേശ ചെറുകിട കച്ചവടക്കാരുടെ വെല്ലുവിളികൾ എന്നീ വിഷയങ്ങളിൽ നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്നതിനുള്ള ഭീമഹർജി ഒപ്പിട്ടു. തിരുഹൃദയ മഠം മദർ സിസ്റ്റർ വിനീത SH, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ്, കൈക്കാരന്മാരായ AA ജോയ്, MK ജോഷി, KA ബേബി, KA രാജു, കുടുംബ കൂട്ടായ്മ ഫൊറോന കൺവീനർ ബിജു C വർഗീസ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് CV ബേബി, പ്രതിനിധി യോഗം സെക്രട്ടറി MD ജോജി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KT സിൻഡോ, PRO P ബിജു ജോർജ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പെരുമണ്ണൂർ സെന്ററിൽ റോഡ് സേഫ്റ്റി മിറർ സ്ഥാപിച്ചു. ഇടവഴികളിൽ നിന്ന് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇരുദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണുന്നതിനാണ് മിറർ സ്ഥാപിച്ചത്. നിലവിലുണ്ടായിരുന്ന കോൺവെക്സ് മിറർ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായതോടെ മുൻ ക്ലബ് അംഗം മുകുന്ദനാണ് പുതിയത് സംഭാവന ചെയ്തത്. ക്ലബ് പ്രസിഡന്റ് MV സുരേഷ്, സെക്രട്ടറി കേശവദാസ്, ക്ലബ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, ഗഫൂർ, സുബിൻ, സജീവ് എന്നിവർ കണ്ണാടി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. പഴഞ്ഞി പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ കൊടിയേറ്റി. പള്ളിക്കു സമീപത്തെ മാർ ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാളിന് ശേഷമായിരുന്നു കൊടിയേറ്റം. 19, 20 തീയതികളിലാണ് പെരുന്തുരുത്തി പള്ളി പെരുന്നാൾ. 19-ന് വൈകിട്ട് സന്ധ്യാ നമസ്കാരം, സെന്റ് ജോർജ് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടാകും. രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളുമുണ്ടാകും. 20-ന് രാവിലെ 8-ന് കുർബാന, ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിക്കും. പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യ എന്നിവയുമുണ്ടാകും. 21-ന് രാവിലെ 8-ന് കുർബാന, ലേലം വിളി എന്നിവയും നടക്കും. പെരുന്നാളിന് വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, ട്രസ്റ്റി ഗീവർ K സൈമൺ, സെക്രട്ടറി CB റിൻസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുന്ന 6 കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തുകൊണ്ട് ചാവക്കാട് സൈക്കിൾ ക്ലബിൻ്റെ മാതൃക. ബ്ലാങ്ങാട് GFUP സ്കൂളിൽ നടന്ന സൈക്കിൾ വിതരണം നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദീവെ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ KP രഞ്ജിത്ത്, ക്ലബ് കൺവീനർ VM മുനീർ, അബ്ദുള്ള തെരുവത്ത്, ഡോക്ടർ ഷൗജാദ് മുഹമ്മദ്, നൌഷാദ് തെക്കുംപുറം, ഷാഫി, ഫിറോസ്, ഷമീർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക CD വിജി സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി OJ ജെൻസി നന്ദിയും പറഞ്ഞു. ചരമം. പുന്നയൂർകുളം ആൽത്തറ നാലപ്പാട്ട് റോഡ് പരേതനായ നാങ്കോട്ട് വീട്ടിൽ അബ്ദുവിൻ്റെ മകൻ അബ്ദുൽ കരീം നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം വടക്കേ പുന്നയൂർ പിലാക്കാട്ടേൽ ജുമാ മസ്ജിദിൽ നടത്തി. ഷെരീഫ ഭാര്യയും ഹാരിസ്, അർഷാദ്, ഹസ്ന എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.